ചെറുകഥ ഞാൻ വായിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പിന്നെയും നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരുപക്ഷെ അനേക കുറവുകൾ ഇതിനുണ്ടാകാം. ആരോ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ഒരു അനാഥ പ്രേതം റോഡരികിൽ കിടക്കുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി. അത് അനാഥ ശരീരം ഒരു വിരൂപിയായ സ്ത്രീയുടെ ആണെന്ന് തോന്നുന്നു. നോക്കാൻ തന്നെ അറയ്ക്കുന്ന രൂപം. ആശുപത്രിയിലേക്ക് പ്രേതത്തെ മാറ്റി. അവർ പരിശോധിച്ചു. ജീവന്റെ തുടിപ്പുണ്ട്. പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അനാഥ പ്രേതം പോലെ 2 ദിവസം അവിടെ കിടന്നു. ഏതോ ദീനദയാലുവായ ഡോക്ടർ പരിശോധിച്ചു. ജീവനുണ്ട്. അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഓർമ്മ വന്നു. കൂടെ ഒരു കാണ്ഡവും ആ ശരീരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തുടർന്നുള്ള പോലീസിൻ്റെ പരിശോധനയിൽ പഴയ തുണിക്ക് കഷ്ണങ്ങൾക്കിടയിൽ ഒരു പൊതിയും തിരികെ വച്ചിരിക്കുന്നു. അതിൽ അല്പ രൂപയും മണി ഓർഡർ അയക്കാനുള്ളതായ വസ്തുക്കളും ഉണ്ടായി. ഭദ്രമായി പൊതിഞ്ഞു വച്ചിരിക്കുന്നു. അതിൽ ഒരു കത്ത്. മകളെ, മാപ്പ് മാപ്പ്. നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നിന്റെ അമ്മ. അത് എൻ്റെ 25-ാം വയസ്സിൽ എടുത്തതാണ് ഫോട്ടോ. നിന്നെപ്പോലെ ഞാനും സുന്ദരിയായിരുന്നു. നിന്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ചില കിംവദന്തികൾ ആളുകൾ പറഞ്ഞു പരത്തി. ദൈവം തന്ന അഴക് അവർ ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പൻ അത് വിശ്വസിച്ചു. അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു. എന്നേക്കുമായി എങ്ങോട്ടോ പോയി. വെറും കിംവദന്തികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നേറി. എന്നെ നീയും കിറുക്കിയെന്നും ഭ്രാന്തിയെന്നും വിളിച്ചില്ലേ? നിനക്ക് 4 വയസ്സായപ്പോൾ ഒരു കാപാലികൻ എൻ്റെ കുടിലിൽ തട്ടി വിളിച്ചു. ഞാൻ ഉണർന്നു. അദ്ദേഹം എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു. ഞാൻ നിലവിളിച്ച് ഒരുവിധം പുറത്തു ചാടി. എൻ്റെ ഭക്തിയെ ത്യജിക്കുവാൻ എനിക്ക് മനസ്സ് വന്നില്ല. എൻ്റെ ഭക്തിയെ ത്യജിക്കുവാൻ എനിക്ക് മനസ്സ് വന്നില്ല. പിറ്റേ ദിവസവും അദ്ദേഹം ആ കുടിലിൽ വന്ന് മുട്ടി. അരിശം മൂത്ത ആ മനുഷ്യൻ എൻ്റെ കുടിലിന് തീ വെച്ചു.
ചുറ്റുപാടും തീ പടർന്നു പിടിച്ചു. എന്നാൽ നിന്നെ രക്ഷിക്കുന്ന തത്രപ്പാടിൽ ഞാൻ എൻ്റെ ശരീരം തീയിൽ ചുട്ട മുഖവുമായി കുഴിഞ്ഞ കണ്ണുമായി ഒരു ചെവി കരിഞ്ഞ് മൂക്ക് ചപ്പി കഴുത്ത് ഞരമ്പുകൾ പോലെ തള്ളി പുറത്ത് ചാടി രണ്ട് മാറും ബന്ധു ഞാൻ ജീവിക്കുന്നു. പിന്നെ ആരോ ആശുപത്രിയിൽ കൊണ്ടിട്ടു. 2 വർഷം ശേഷം ഞാൻ നിന്നെ കാണാൻ അനാഥാലയത്തിൽ വച്ച് കണ്ടു. ആരൊക്കെയോ നിന്നെ അവിടെ ആക്കിയതാണ്. ഞാൻ വീട്ടുജോലിക്ക് ശ്രമിച്ചു. ആരും എന്നെ നിർത്തിയില്ല. കൂലിപ്പണിക്ക് ആരോഗ്യമില്ല. പിന്നെ ഒരു മാർഗമേ ഞാൻ കണ്ടുള്ളൂ, മകൾക്ക് വേണ്ടി ഭിക്ഷാടനം ചെയ്യുക. എൻ്റെ മകളെ എങ്ങനെയും പഠിപ്പിച്ച് മിടുക്കിയാക്കണം. കിട്ടുന്ന രൂപ നിനക്ക് ഞാൻ അയച്ചു. നീ വളർന്നു, SSLC ജയിച്ചു. പിന്നീട് എൻ്റെ രൂപം നിനക്ക് ഇഷ്ടമായി ഇല്ലാതായി. എന്നെ കാണുന്നത് തന്നെ നിനക്ക് വെറുപ്പായി. പലരുടെയും സഹായവും ഞാൻ അജ്ഞാതമായി അയച്ച രൂപയും നിന്നെ വളർത്തി. നീയും ഒരു ദൈവഭക്തി വിശ്വാസിയായി എന്നറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. +2 കഴിഞ്ഞ നിന്നെ ആരോ എനിക്കറിയില്ല ഇന്നും LLBക്ക് ചേർത്ത് പഠിപ്പിച്ചു. മിടുക്കിയും സുന്ദരിയുമായി നിന്നെ നോക്കി നിന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ഞാൻ കണ്ടു. നിന്റെ ഓരോ വളർച്ചയും കാണുവാൻ ഞാൻ ബദ്ധപ്പാടോടുകൂടെ കാത്ത് നിൽക്കുമായിരുന്നു. നിനക്ക് ഒരുപക്ഷെ എന്നെ അറിയില്ലായിരിക്കാം. നിന്റെ യഥാർത്ഥ രൂപം നീ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിന്നെ ഞാൻ എപ്പോഴും അറിഞ്ഞു. നീ എന്ത് ചെയ്യുന്നു, എത്ര വളർന്നു ഇത് ഞാൻ ഓരോ ദിവസവും നോക്കിക്കൊണ്ടു. നീ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്യുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്തിനേറെ നിന്റെ വിവാഹവും ഞാൻ ഒളിച്ചു നിന്ന് കണ്ടു. നിന്നെ ചന്ദ്രൻ എന്ന മിടുക്കനായ അഡ്വക്കേറ്റ് മതി മകളെ, മതി, ഇനി വയ്യ, കൈകാലുകൾ കുഴി. എങ്കിലും മകളെ, എൻ്റെ മാംസം ഞാൻ വിട്ടില്ല. ഇനിയും നാം തമ്മിൽ കണ്ടെന്ന് വരികയില്ല. ഈ വാർത്ത ചന്ദ്രിക എന്ന അഡ്വക്കേറ്റ് മാധ്യമങ്ങളിലൂടെ കേട്ടു. അവൾ കാർ സ്റ്റാർട്ട് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് കുതിച്ചു പാഞ്ഞു.
ചന്ദ്രിക എന്ന അഡ്വക്കേറ്റ് ഈ വാർത്ത കേട്ട് മെഡിക്കൽ കോളേജിലേക്ക് കുതിച്ചു പാഞ്ഞു. ഇത് ഒരു കഥയാണ്. നിങ്ങൾക്ക് താല്പര്യമെന്ന് കണ്ടാൽ ലൈക്ക് ചെയ്യുക.